വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി. ഇന്നത്തെ വചനം സങ്കീർത്തനം 32, മാപ്പ് ലഭിച്ചവന്റെ ആനന്ദം. 5-ാം വാക്യം. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായാലും, എത്ര കഠിനമായ പാപം നമ്മൾ ചെയ്തവനായാലും, ആ ഒരു കോംപ്ലക്സോടുകൂടി ആ ഒരു പാപാവസ്ഥയിൽ നമ്മൾ ജീവിക്കേണ്ടതില്ല. കാരണം ഈ ലോകത്ത് പാപം ചെയ്യാത്ത മനുഷ്യരില്ല. പാപം ചെയ്യാത്തവൻ ഒരുവൻ മാത്രം. അത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായാണ്. ആ കർത്താവിനെ ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ പാപത്തിൻ്റെ നിറം കടും ചുവപ്പാണെങ്കിലും അതെല്ലാം കഴുകി വൃത്തിയാക്കി വെണ്മ പോലെയാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ പാപികളെ അന്വേഷിച്ചാണ്. പാപികൾക്ക് വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചത്. അപ്പം അങ്ങനെയുള്ള ഒരു കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആ കർത്താവിൻ്റെ വിളി കേട്ടുകൂടാ? ഒരു ദൈവം, കരുണാമയനായ ഒരു ദൈവം നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് നമ്മളെ വിളിക്കുകയാണ്. മോനെ, നീ അല്ലെങ്കിൽ മകളെ, നീ ഈ ലോകത്തിൻ്റെ ഭാരം മുഴുവൻ ചുമന്ന് തളർന്ന് വിഷമിച്ച് പാപങ്ങൾ ചെയ്തു കൂട്ടി പാപഭാരത്താലും കഠിന പ്രയത്നങ്ങളുടെ ഭാരത്താലും എല്ലാം നീ തളർന്ന് അവശനായി എന്തിനിങ്ങനെ ജീവിക്കുന്നു? നീ എന്നിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുവൻ, നിന്റെ പാപത്തേക്ക് ഒന്ന് വർജിക്കുവൻ, അല്ലെങ്കിൽ വർജിക്കുവാൻ ആത്മാർത്ഥമായി ഒന്ന് ശ്രമിക്കുവൻ. നുറുങ്ങിയ ഹൃദയമാണ് എനിക്ക് വേണ്ടത്. നിന്റെ വേറെ ഒരു ബലികളും എനിക്ക് വേണ്ട. അങ്ങനെ ഒരു നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. വീണ്ടും എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. ഒരകൃത്യവും ഞാൻ മറച്ചു വെച്ചില്ല. കാരണം ഹൃദയങ്ങൾ പരിശോധിച്ചറിയുവാൻ കഴിവുള്ളവനാണ് കർത്താവ്. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു.
കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ. പരമാർത്ഥ ഹൃദയരെ, ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവിൻ. ഈ ആഹ്ലാദത്തിലേക്ക് കർത്താവ് നമ്മെ എല്ലാവരെയും വിളിക്കുന്നു. അതിനകത്ത് പാപിയാണോ, പുണ്യാളനാണോ, ധനവാനാണോ, ദരിദ്രരാണോ, ക്രിസ്ത്യാനിയാണോ, അന്യമതസ്ഥരാണോ, ഇതൊന്നും അതിനകത്തില്ല. കർത്താവ് ആകെ കൂടി പറയുന്നത്, നീ എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവിൻ. അറ്റ്ലീസ്റ്റ് അതിനു വേണ്ടി പ്രയത്നിക്കുവിൻ. ഞാൻ നിന്നെ സഹായിക്കാം. ഇങ്ങനെയുള്ളൊരു സഹായകൻ നമുക്കുള്ളപ്പോൾ എന്തുകൊണ്ട് നമ്മൾ മുഖം തിരിച്ച് നിൽക്കണം? ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? ഈ ലോകത്തിലെ സമ്പത്തും എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിച്ചാലും ആത്മാവ് ക്ഷയിച്ചു പോയാൽ അവൻ്റെ സമാധാനം പോയി, അവൻ്റെ സന്തോഷം പോയി. അതേസമയം കർത്താവിൽ ആശ്രയിച്ചു നിൽക്കുന്നവർക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും അവൻ്റെ സമ്മാനമായി അവൻ പ്രഖ്യാപിക്കുന്നു. നമുക്ക് കർത്താവിലേക്ക് തിരിയാം. ഈ നോമ്പുകാലത്ത് ആചാരങ്ങളുടെ പുറകെ മാത്രം പോകാതെ ദൈവത്തെ യഥാർത്ഥമായി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. അവൻ്റെ വചനമനുസരിച്ച് നമുക്ക് ജീവിക്കാം. അവൻ്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ നമ്മുടെ കർത്താവ് നമ്മുടെ കടാക്ഷിച്ച് അനുഗ്രഹിക്കും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറക്കണ്ട, കർത്താവിലേക്ക് തിരിയുവിൻ. കർത്താവുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുവിൻ. അപ്പം ഇങ്ങനെ വലിയ നീണ്ട പ്രാർത്ഥനകളോ കലവില കൂട്ടലോ ആഘോഷങ്ങളോ ആർമാദങ്ങളോ ഒന്നുമല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന് വേണ്ടത് ഹൃദയം നുറുങ്ങിയവരെയാണ്. കർത്താവിന് വേണ്ടത് നമ്മളുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇപ്പം കർത്താവുമായി രമ്യതപ്പെടാനും കർത്താവുമായി സംസാരിക്കാനും, സംസാരം എന്ന് പറയുമ്പോൾ കർത്താവിനോട് കാര്യങ്ങൾ പറയാനും കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള ഒരു വിജ്ഞാനം അല്ലെങ്കിൽ ഒരു ജ്ഞാനം നമുക്ക് ലഭിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് സത്തയില്ലാതായി പോകും. അപ്പോൾ എല്ലാ ദിവസവും ധൃതി പിടിക്കാതെ കുറച്ച് സമയം കണ്ടെത്തി കർത്താവിനെ സ്തുതിച്ചും പേഴ്സണലായിട്ട് കർത്താവിനെ സ്തുതിച്ചും നമ്മുടെ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞും കർത്താവ് വചനങ്ങളിലൂടെ
നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയും അത് വീണ്ടും വീണ്ടും ആലോചിച്ചും, അല്ലെങ്കിൽ ഈ ബൈബിൾ പ്രസംഗകരൊക്കെ പറയുന്ന പോലെ മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൂടുതൽ വിശുദ്ധരായി തീർന്ന് കർത്താവിന് പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനുമൊക്കെയുള്ള ആ, ഒരു ഒരു വലിയ പ്രയത്നം ഈ നോമ്പുകാലത്ത്, നമ്മുടെ ഈ നോമ്പുകാലത്തെ ധന്യമാക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Reaction, stop recording.